Gomorrah, O Lord, who shall dwell in your tabernacle? Who shall live in your holy mountain? He who walks blamelessly and works righteousness and speaks truth in his heart, who does not deceive with his tongue, neither does evil to his neighbor, and does not find fault with those nearest him. He disdains those who do evil in his presence, but he holds in honor those who fear the Lord. He swears an oath to his neighbor and does not set it aside. He does not lend his money at interest, and he does not take a bribe against the innocent. He who does these things shall never be shaken. Meet unto thee, O God, is glory. Barakimor. മന്നവനീ മഷിഹ സതതം തവ കരുണ വാതിലിൽ മുട്ടുന്നേൻ ധനിക നിന്നിധി നിലയത്തിൻ നീഗണമീ കൃപയും പാഴ്വും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയെ ലജ്ജിതനാക്കരുതേ ശരണവുമൻ ആശ്രയവും നീ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നവന്നേക്കും തന്നെ. ആമീൻ. കാരുണ്യവാനും ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന പിതൃപുത്ര പരിശുദ്ധ റൂഹാം ത്രിയേക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ സന്ധ്യായാമത്തിൽ അടിയങ്ങൾ കർത്താവെ നിന്റെ തൃപ്പാദങ്ങളിലിരുന്ന് അങ്ങേ മഹത്വപ്പെടുത്തുവാനും അടിയങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഞങ്ങളുടെ വീഴ്ചകളും ഒക്കെ എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് അല്പം നിമിഷം നൽകുന്നതിനായി സ്തുതിക്കുന്നു. പുറമേയുള്ള ശബ്ദങ്ങളിൽ നിന്നും ബഹളങ്ങളിൽ നിന്നും ഒക്കെയും അല്പനേരം അങ്ങയുടെ വചനങ്ങളെ ധ്യാനിക്കുവാനും സ്തുതിഗീതങ്ങളെ പാടുവാനും കർത്താവെ അനുതാപത്തിന്റെ ഒരു ഹൃദയം ഞങ്ങളെ സൃഷ്ടിച്ചെടുക്കുവാൻ അടിയങ്ങളെ എല്ലാവരെയും ഈ നൊയമ്പിന്റെ കാലയളവിൽ ഇടയാക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്. തെറ്റുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നീ ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമാണ്. നിന്റെ ശുശ്രൂഷയുടെ വേളയിൽ പാപികളായ മനുഷ്യരൊക്കെ നിന്റെ അടുക്കൽ വന്നപ്പോൾ അവരെ നീ വിസ്തരിക്കാതെ, അവരെ നീ ന്യായം വിധിക്കാതെ അവർക്ക് പാപമോചനം കൊടുത്തു. അവർക്ക് പുറമേയും അകയും പുറവും അകവുമായിട്ട് സൗഖ്യങ്ങളെ നീ പ്രദാനം ചെയ്തു. നാഥ, പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നെടുവീർപ്പുകളും ഒക്കെയുമായിട്ട് നിന്റെ മക്കളാകുന്ന ഞങ്ങൾ നിന്റെ മുൻപാകെ വരുമ്പോൾ, ഈ ലോകം ഞങ്ങളെ തള്ളിക്കളയുമ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെയും പലപ്പോഴും വേദനിപ്പിക്കുമ്പോഴും നാഥ, നിന്നിൽ മാത്രം ഞങ്ങൾ ശരണം കണ്ടെത്തുവാനും ആശ്വാസം കണ്ടെത്തുവാനും ഇടയാക്കണമേ. ഈ ക്രിസ്മസിന്റെ ദിനങ്ങളിൽ ഞങ്ങളൊക്കെയും പുറമേ ഉള്ള ലോകമൊക്കെയും ഇത്തിരി ആനന്ദവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ദിവസങ്ങളായിട്ട് കൊണ്ടാടുമ്പോൾ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും രോഗത്തിലും വേദനയിലും നൊമ്പരത്തിലും ഒക്കെ കഴിയുന്നവരെ ഓർക്കുന്നു. ദൈവമേ, നീ ജാതനായി തീർന്നത് ഈ തരത്തിലുള്ള വ്യക്തികളെയൊക്കെയും കൂട്ടിച്ചേർക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാൻ വേണ്ടിയാണ്. കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട അങ്ങ് കൊട്ടാരത്തിൽ ജനിക്കാതെ വളരെ വിനയത്തിൽ അനുഭവമാക്കി നസ്രയത്തിലെ ആ തിരുകുടുംബത്തിന്റെ അംഗമായി തീർന്നു. നാഥ, നീ ദൈവമായിരിക്കുമ്പോൾ മനുഷ്യനായി തീർന്നു ഞങ്ങളുടെ ഇടയിൽ വസിച്ച് ഞങ്ങളെപ്പോലെ നീ പ്രവർത്തിച്ച് പെരുമാറി നാഥ, പിന്നെയോ പാപമില്ലാത്ത അനുഭവത്തിൽ അങ്ങ് ജീവിച്ചു. അങ്ങേ മാതൃകയാക്കിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ. ഞങ്ങൾ താമസിക്കുന്ന രാജ്യത്തെയും ഈ ലോകത്തെയും നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങയുടെ സമാധാനം വസിപ്പിക്കണമേ. തിന്മകളെ അകറ്റണമേ.
ദുഷ്ടന്റെ ഗണിയിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിത പങ്കാളികളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരും ഓർത്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ശക്തി വലുതെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ നോയമ്പ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ. ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ കണ്ണുകളെയും ഞങ്ങളുടെ കാതുകളെയും ഒക്കെ ഞങ്ങൾ നിയന്ത്രിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങൾ അല്പനേരം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നാഥ, നീ ഞങ്ങളുടെ ആഴത്തിലൊന്ന് ഇടപെടണമേ. ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ഞങ്ങളുടെ അനുതാപത്തിലേക്ക് തിരിയണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോരെ ഇമ്പങ്ങളുടെ പർദീസയിൽ നീ കാക്കണമേ. ഞങ്ങളും അവരും നിനക്കും പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. Thank you, Achin. Good evening, everyone. Welcome to December MMBS prayer meeting. We will start with a devotional song by Manju Santosh. Manju, did you unmute? കേൾക്കാം മുജേ. കേൾക്കാം. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നിവസിക്കും ആലയം. സ്നേഹിക്കാനാരുമില്ല നീ നൽകും സ്നേഹം പോലെ, നീയല്ലാതാരുമില്ല നിത്യജീവനിടുവാൻ. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നിവസിക്കും ആലയം. ലോകമാം വൻകടലിൽ പാപമാം ചെറുവള്ളത്തിൽ കേറി ഞാൻ അലഞ്ഞ നേരം, തേടി നീയൻ ചാരി വന്നു. ലോകമാം വൻകടലിൽ പാപമാം ചെറുവള്ളത്തിൽ കേറി ഞാൻ അലഞ്ഞ നേരം, തേടി നീയൻ ചാരി വന്നു. തീരം കാണാൻ കൊതിച്ചിടുമ്പോൾ രക്ഷകൻ തുഴയൊരു കേക്കത്തില്ല. Okay, I think she's done. We will have an Old Testament reading by Neetu Philip. From the book of Isaiah, chapter 60, verses 1 through 10. Shine, shine, O Jerusalem, for your light is come, and the glory of the Lord is risen upon you. Behold, darkness and gloom shall cover the earth upon the nations, but the Lord will shine on you, and his glory shall be seen upon you. Kings shall come to your light, and Gentiles to your brightness. Lift up your eyes all around, and see your children gathered together. Behold, all your sons come from afar, and your daughters shall be lifted upon their shoulders. Then you will see fear and be amazed in your heart, because the wealth of the sea and of nations and peoples shall change their course and turn to you. Herds of camels shall come to you, and camels of Midian and Ephah shall cover you. All those from Sheba shall come bearing gold, and they shall bring frankincense and proclaim the good news of the Lord's salvation. All the sheep of Kedar shall be gathered together to you, and the rams of Nebaioth shall come to you. They shall offer acceptable sacrifices upon my altar, and my house of prayer shall be glorified. Who are these who fly like clouds, and like doves with the young? The coastlands waited for me, and the ships of Tarshish among the first, to bring your children from afar, and silver and gold with them
for the sake of the Lord's name, and because the Holy One of Israel is glorified. Foreigners shall build your walls, and their kings shall defend you. For I struck you because of my wrath, and I loved you because of my mercy. Amen. Barakallahu. Thank you, Neetu. We will have another devotional song by Anju Bobby. Yes, Jay. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നിൽ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല, എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളിലാ. നിരാശ ഇനി എന്നിൽ തൊടുകയില്ല, പ്രത്യാശയാൽ അനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയം എല്ലാം മാറിടട്ടെ, ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതൻ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ, രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷകനോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തൻ എന്റെ രക്ഷകനോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സംഗീതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല,
Thank you, Anju. We will have a New Testament reading by Mrs. Dolly Joseph. The book of Romans, chapter 3, verses 21 to 31. But now the righteousness of God apart from the law is revealed, being witnessed by the law and the prophets, even the righteousness of God through faith in Jesus Christ to all and on all who believe. For there is no difference, for all have sinned and fall short of the glory of God, being justified freely by his grace through the redemption that is in Christ Jesus, whom God set forth as a propitiation by his blood, through faith to demonstrate his righteousness, because in his forbearance God had passed over the sins that were previously committed, to demonstrate at the present time his righteousness, that he might be just and the justifier of the one who has faith in Jesus. Where is boasting then? It is excluded. By what law? Of works? No, but by the law of faith. Therefore, we conclude that a man is justified by faith apart from the deeds of the law. Or is he the God of the Jews only? Is he not also the God of the Gentiles? Yes, of the Gentiles also, since there is one God who will justify the circumcised by faith and the uncircumcised through faith. Do we then make void the law through faith? Certainly not. On the contrary, we establish the law. Barak More. Thank you, Dolly Auntie. Now, Manju would like to sing again because her connection was bad before. Manju, when you're ready, just. കേൾക്കാമോ? Yeah, കേൾക്കാം. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നിവസിക്കും ആലയം. സ്നേഹിക്കാനാരുമില്ല നീ നൽകും സ്നേഹം പോലെ, നീയല്ലാതാരുമില്ല നിത്യജീവനേകിടുവാൻ. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നിവസിക്കും ആലയം. ലോകമാം വൻകടലിൽ പാപമാം ചെറുവള്ളത്തിൽ കേറി ഞാൻ അലഞ്ഞ നേരം, തേടി നീ എൻ ചാരെ വന്നു. ലോകമാം വൻകടലിൽ പാപമാം ചെറുവള്ളത്തിൽ കേറി ഞാൻ അലഞ്ഞ നേരം, തേടി നീ എൻ ചാരെ വന്നു. തീരം കാണാൻ കൊതിച്ചിടുമ്പോൾ രക്ഷകൻ തുഴയൊരുക്കി, ജീവിക്കാൻ ആശയേകി ജീവന്റെ നാഥനായി. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം, യേശുവേ എൻ ഹൃദയം നിവസിക്കും ആലയം. ഉന്നതനാം നിൻ കാരുണ്യം തേടി വന്നു പാദത്തിങ്ക, എന്റെ ജീവഭാരമെല്ലാം കണ്ണുനീരായി ചേർത്തണച്ചു. ഉന്നതനാം നിൻ കാരുണ്യം തേടി വന്നു പാദത്തിങ്ക, എന്റെ ജീവഭാരമെല്ലാം കണ്ണുനീരായി ചേർത്തണച്ചു. കൂരിരുളിൽ ക്രൂശിനാല കാവലായി നിന്നിടണേ,
കാൽവരിതൻ ദീപമേ, ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിൻ സാഗരം. യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം. സ്നേഹിക്കാനാരുമില്ല നീ നൽകും സ്നേഹം പോലെ, നീയല്ലാതാരുമില്ല നിത്യജീവനെ കീടുവാൻ. ദൈവമേ നിൻ ഹൃദയം സ്നേഹത്തിനാലയം. യേശുവേ എൻ ഹൃദയം നീ വസിക്കും ആലയം. Thank you, Manju. Next, we have a message given to us by Mrs. Kusumam Jacob. ബഹുമാനപ്പെട്ട അച്ഛ, പ്രിയ MMS സഹോദരിമാരെ, ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ബൈബിൾ വാക്യമോ ബൈബിൾ പോർഷനോ എടുത്ത് പ്രിപ്പയർ ആയിട്ടില്ല. എന്നാലും നാം എല്ലാവരും ഇപ്പം ക്രിസ്മസിന്റെ ഒരുക്കത്തിലൂടെ പോകുമ്പോൾ നാം പല സന്ദേശങ്ങൾ കേൾക്കുകയും പലതും ധ്യാനിക്കുകയും ചെയ്യാറുണ്ടല്ലോ. അപ്പം നാം ക്രിസ്മസിനായിട്ട് ഒരുങ്ങുക എന്ന് പറയുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കുന്നത്? അതായത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവിക സന്തോഷം, അത് അനുഭവിക്കാനായിട്ട് നാം തയ്യാറാവുക. അത് ഒരു ആഴപ്പെട്ട ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ബുദ്ധിയിലല്ല, വാക്കിലല്ല, ജീവിതത്തിൻ്റെ ഒരു ആഴപ്പെട്ട അനുഭവമായിട്ട് നമുക്കത് മാറണം. അങ്ങനെ നമുക്കൊരു ആഴപ്പെട്ട അനുഭവമാകുവാനായിട്ടാണ് ക്രിസ്മസിന് ഇമ്മാനുവേലായി, അതായത് ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേലായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ഈ അനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് പറയണം, എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു. അതായത് നമ്മുടെ ജീവിതം ഒരു ക്രിസ്തുവായിട്ട് മാറണം. അപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് ഇമ്മാനുവേലായി കുരിശുമരണം ഏറ്റെടുത്ത് നമ്മോടൊപ്പമാകുവാനായിട്ട് വിശുദ്ധ കുർബാനയായിട്ട് മാറി. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം നാം വിശുദ്ധ കുർബാന എങ്ങനെ ആദരിക്കുന്നു, അതിൽ നാം എങ്ങനെ ഭാഗഭാക്കുകൾ ആകുന്നു എന്നതല്ലേ. നാം ഏതൊരു ക്രിസ്ത്യാനിയും ക്രിസ്തീയ സഭയിലേക്ക് വരുന്നത് മാമോദിസായിലൂടെയാണ്. അങ്ങനെ നാം മാമോദിസായിലൂടെ ഒരു ക്രിസ്ത്യാനിയാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകമായ അനുഗ്രഹം ലഭിക്കുന്നുണ്ട്, രാജകീയ പൗരോഹിത്യം. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികൻ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള പ്രീസ്റ്റ്ഹുഡും നാം ഒന്നിച്ച് സഹകരിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പൊതുവായിട്ടുള്ള പൗരോഹിത്യവുമാകുമ്പോൾ പ്രധാന പുരോഹിതന്റെ കൂടെ നാം ഓരോരുത്തരും സഹകാർമ്മികരായിട്ട് തീരുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പുരോഹിതൻ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും നാമും ഒപ്പം ഹൃദയത്തിൽ ഉരുവിടുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും നാം ആമേൻ എന്ന് പറയുമ്പോൾ അവിടെ ചെയ്ത പ്രാർത്ഥനയ്ക്ക് നാം സമ്മതം മൂളുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ കാഴ്ചക്കാരായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വായിൽ നിന്ന് ആമേൻ കുറിയലൈസും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കണം, നമ്മൾ കിട്ടിയിരിക്കുന്ന പൗരോഹിത്യം, ആ സഹകാർമ്മികത്വം നാം വിശുദ്ധ കുർബാനയിൽ ആദരവോടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ ചേരണമെങ്കിൽ നമ്മുടെ മനസ്സും ഹൃദയവും പൂർണ്ണമായും ദൈവത്തെങ്കിൽ അർപ്പിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ പ്രത്യേകമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. ഞാനിതിനെ ഒരു തിയോളജിക്കൽ രീതിയിലല്ല സംസാരിക്കുന്നത്. നാം അൽമായനായി, ഒരു സഹകർമ്മികരായി, ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ
ഞാൻ ഇത് വിശദീകരിക്കുന്നത് എന്നേ ഉള്ളൂ. ബലിപീഠം, ആ ബലിപീഠത്തിലാണ് അപ്പവും വീഞ്ഞും പുരോഹിതൻ ഉയർത്തി കാഴ്ചവെക്കുമ്പോൾ യേശുവിന്റെ ശരീര രക്തങ്ങളായിട്ട് മാറുന്നു. ആ അപ്പവും വീഞ്ഞും വാഴ്ത്തി കാഴ്ചവെക്കുന്ന സമയത്ത് നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ യാചനകള്, നമ്മുടെ വിഷമങ്ങള്, നമുക്ക് യേശുവിനോട് പറയാനുള്ളതെല്ലാം നാം പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ ആ അപ്പവും വീഞ്ഞും ശരീരവും, യേശുവിന്റെ ശരീരവും രക്തവുമായി മാറുമ്പോൾ യേശുവിന്റെ ശരീരത്തിലും രക്തത്തിലും നമ്മുടെ ആ പ്രാർത്ഥനകളെല്ലാം അലിഞ്ഞു തീർന്നിരിക്കുന്നു. ആ വിശ്വാസത്തോടെ നാം യേശുവിനെ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ യേശു നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു. ഇതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. ഈ കാഴ്ചപ്പാടിൽ നാം എത്ര പ്രാവശ്യം വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്? ഈ കാഴ്ചപ്പാടിൽ നാം എത്ര പ്രാവശ്യം ബലിപീഠത്തിലേക്ക് പോയിട്ടുണ്ട്? നാം നമ്മെ തന്നെ ഒരുക്കി, നമ്മെ തന്നെ ആത്മശോധന ചെയ്ത്, നമ്മെ തന്നെ പൂർണ്ണമായി യേശുവിന് വിട്ടുകൊടുത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ഒക്കെ നാം സമർപ്പിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ മാത്രമല്ല, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ഓരോ പങ്കാളിയുടെയും പ്രാർത്ഥന യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലേക്കും അലിഞ്ഞു ചേരുകയാണ്. അങ്ങനെയാവുമ്പോൾ ആ രക്തശരീരങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാമും നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും, സഹോദരങ്ങളുടെ എല്ലാ വൈഷമ്യങ്ങളിലും നാമും ഭാഗവാക്കുകളാകുകയാണ്. അങ്ങനെയാണ് നാം ബലിപീഠത്തിൽ നിന്നും യേശുവിന്റെ രക്തശരീരങ്ങൾ സ്വീകരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈശോ അവസാന അത്താഴം കഴിഞ്ഞ് അവിടെ ഈശോയുടെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയില്ല. അത്താഴം കഴിഞ്ഞ് യേശു പോയത് കുരിശിലേക്കാണ്. നമുക്കും ആ സെയിം ദൗത്യമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിച്ച് ബലിപീഠത്തിൽ നിന്ന് നാം തിരിച്ചു പോകുമ്പോൾ നാം പോകേണ്ടത് കുരിശു വഹിക്കാനാണ്. അതായത് മറ്റുള്ളവരുടെ സങ്കടങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ സഹനങ്ങളിലേക്ക്, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് നമ്മളിലുള്ള ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. നാം സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ തിരുവത്താഴം കഴിച്ച്, യേശുവിൻ്റെ കൂടെ അത്താഴം കഴിച്ച് പത്രോസ്ലീഹ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ബലിപീഠത്തിൽ നിന്നും പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ യേശുവിനെ 3 പ്രാവശ്യം ഉപേക്ഷിച്ചു പറഞ്ഞു. യൂദാസ് യേശുവിൻ്റെ കൂടി അത്താഴം കഴിക്കാനുണ്ടായിരുന്നു. തിരിച്ചുപോയി, ഇറങ്ങിപ്പോയി, യേശുവിനെ ഒറ്റിക്കൊടുത്തു. എന്നാൽ യോഹന്നാൻ ശ്ലീഹ യേശുവിനോടൊപ്പം ഒപ്പമുണ്ടായിരുന്നു. യേശുവിനോടൊപ്പം കുരിശിങ്കലുണ്ടായിരുന്നു. കുരിശിങ്കൽ നിന്നും യേശുവിൻ്റെ മാതാവിനെ സ്വീകരിക്കാനുണ്ടായിരുന്നു. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ദൗത്യം. ബലിപീഠം കൊണ്ട് തീരുന്നതല്ല, ബലിപീഠത്തിൽ നിന്ന് നമ്മളിലേക്ക് സ്വീകരിച്ച് യേശുവിനെ നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ ദൗത്യം. അതുപോലെ തന്നെ പുരോഹിതൻ വിശുദ്ധ ബലി അർപ്പിക്കാൻ വരുന്നത് യോഗ്യമായ സഭാവസ്ത്രങ്ങൾ അണിഞ്ഞാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അച്ഛൻ ശരിയായിട്ടുള്ള പ്രോപ്പർ ഡ്രസ്സിലല്ല വിശുദ്ധ ബലി അർപ്പിക്കുന്നതിൽ തീർച്ചയായും നമ്മൾ കംപ്ലൈന്റ് ചെയ്യും. അപ്പോൾ നാം ചിന്തിക്കുമ്പോൾ നമ്മളും അതുപോലെ തന്നെ യോഗ്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തും നമ്മുടെ വിശുദ്ധ ദേവാലയത്തിലേക്ക് നാം കടന്നു വരേണ്ടതും അങ്ങനെ തന്നെ നാമും യോഗ്യമായ രീതിയിൽ തന്നെ ആയിരിക്കണ്ടേ? നാം ചിന്തിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ സ്ത്രീകൾ തന്നെ നമ്മൾ മാതൃകകളായിരിക്കണം. ആരെയും ചൂണ്ടുമല്ല, എന്നിൽ തന്നെയുള്ള കുറ്റങ്ങൾ ഏറ്റുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. വിശുദ്ധ ദേവാലയത്തിലേക്ക് കയറുമ്പോൾ നാം എത്ര പ്രാവശ്യം ഒന്ന് തല കുനിച്ച് കുരിശ് വരച്ച് വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. ദേവാലയത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്, മുടി ഒതുക്കുക, മുടി ചെയ്യുക, ലിപ്സ്റ്റിക് ഇടുക, ബാഗിൽ നിന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അടുത്തിരുന്ന് സംസാരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നാം ചിന്തിക്കണം, ഞാൻ വിശുദ്ധ ദേവാലയത്തിലേക്ക് വരുന്നത് ഞാൻ മറ്റുള്ളവർക്ക് ഒരു തടസ്സമായി, അവരുടെ ആരാധനയ്ക്ക് ഞാൻ തടസ്സമുണ്ടാക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നാം ഇതൊന്നും ചെയ്യുകയില്ല. യേശുവിലേക്ക്
നമ്മളിലേക്ക് ഒന്നായി തീരുവാനായി ഇമ്മാനുവലായി വന്ന യേശുവിനെ നമുക്ക് പൂർണ്ണമായിട്ട് സ്വീകരിക്കുവാൻ പറ്റും. അതുകൊണ്ട് തന്നെയല്ലേ വിശുദ്ധ കുർബാനയിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്, ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കുക, വിത്ത് ഫിയർ ആൻഡ് ട്രെംബ്ലിങ്. ആ ദൈവത്തിന്റെ പരിശുദ്ധ നാം മനസ്സിലാക്കുമ്പോൾ, ആ ദൈവം നമ്മളിലേക്ക് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് മനസ്സിലാക്കുമ്പോൾ, യേശുവിന്റെ ശരീര രക്തങ്ങൾ നമ്മുടെ ശരീര രക്തങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന് നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവൽ നമ്മോടൊപ്പമാകുമ്പോൾ, നാം നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും കടന്നു പോകുമ്പോൾ ആ ക്രിസ്തുവിനെ നമുക്ക് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയുള്ള അടുത്ത ബലിയർപ്പണം നമുക്ക് കൂടുതൽ അർത്ഥമുള്ളതും യോഗ്യമായതും ദൈവത്തിന് ഉതകുന്ന ബഹുമാനവും ആദരവും കൊടുക്കുന്നതും നമ്മളുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ഇടയാക്കുന്നതും ആകട്ടെ. അതിന് നമ്മൾ ഈ ക്രിസ്മസ് നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. Thank you, Kusuman Jacob, for that good words for us to remember and keep at heart. We will now have a closing prayer and benediction by Binoy Achan. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ വന്ദിക്കുന്നുണ്ട്, ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീന സഹായത്തിന് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമീൻ. The love of God the Father, the grace of the only begotten Son, the fellowship and the indwelling of the Holy Spirit be with all of us, upon all our brothers and sisters, particularly those who are suffering, those who are ill in body, mind, and soul, upon their healing, upon our community, upon our church, all our departed souls, now and always, forever and ever. Amen. Thank you, everyone. We have come to the end of our prayer. Good night, everyone.